ഗുഡ് മോർണിംഗ്. ഇന്നലെ നടന്ന ഖാദി ബോർഡ് LDC പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതിൽ കണക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിനെ കൃത്യമായി വിശകലനം ചെയ്യുന്നു. അതിൽ 71ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ ഗ്രൂപ്പിൽ പെടാത്ത ആളുണ്ട്, ബാക്കി 3 ആളും ഗ്രൂപ്പിൽ പെട്ടതാണ്. ആരൊക്കെ എന്ന് നോക്കാം. ചോദ്യം 53, 61, 43, 91 എന്നുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിൽ 3 സംഖ്യകൾ അഭാജ്യ സംഖ്യകളാണ്, ഒരു സംഖ്യ അഭാജ്യ സംഖ്യയല്ല. അത് ഏതാണ് എന്നാണ് ചോദ്യം. അതിലുത്തരം 91ആണ്. കാരണം 53, 61, 43 എന്നിവ അഭാജ്യ സംഖ്യകളാണ്. 91 ഉൾപ്പെടുത്താൻ കാരണം 91 പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇത് അഭാജ്യ സംഖ്യയാണോ അതല്ല ഭാജ്യസംഖ്യയാണോ എന്നുള്ളത്. 91 എന്നുള്ള 13 × 7 91 ആയതുകൊണ്ട് തന്നെ അത് അഭാജ്യ സംഖ്യയല്ല, അത് ഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് ഉത്തരം 91ആണ്. രണ്ടാമത്തെ ചോദ്യം 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ -3 (1/3) എന്നുള്ളതാണ്. 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 11 വരുന്നത് 121, 121 × 11 1331 ആണ്. അതിലൂടെ എത്ര കൂട്ടണം? അതിലൂടെ 20 സ്ക്വയർ കൂട്ടിയിട്ട് 3 കുറയ്ക്കണം. എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ 400, 400 3 കുറച്ചാൽ 397 കൂട്ടണം. അപ്പൊ അങ്ങനെ 397 കൂട്ടുമ്പോൾ അതിന് ഉത്തരം 1728 എന്ന്. ഈ 1728ന്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്. അത് 12 ആണ്. കാരണം 12 × 12 144, 144 × 12 1728. അപ്പൊ ഉത്തരം 12 ആണ്. അടുത്ത ചോദ്യം 73ാമത്തത് എന്താണ്? 3, 8, 15, 24 ഇങ്ങനെ സംഖ്യകൾ പോവുകയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, സംഖ്യകൾ കൂട്ടിയാണ് പോകുന്നത്. എങ്ങനെയാണ് സംഖ്യകളുടെ ഓർഡർ എന്ന് നോക്കിയാൽ മതി. 3, 5, 8, 8, 7, 15, 15, 9, 24. അപ്പോൾ 5, 7, 9 എന്ന രീതിയിലാണ് പോകുന്നത്. തീർച്ചയായും അടുത്തത് 11 കൂട്ടി കൊടുക്കേണ്ടി വരിക. 11 കൂടി കൂട്ടി കൊടുത്താൽ 35 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ കണക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 3 പരീക്ഷകളാണ് ആദ്യം എഴുതിയിട്ട്. 1ാം പാദം 62, 2ാം പാദത്തിൽ 48, 3ാം പാദത്തിൽ എത്ര കിട്ടിയാൽ 60% എന്നുള്ളത് കിട്ടും, ശരാശരിയായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ 60 ശരാശരി കിട്ടണമെങ്കിൽ അതിലാകെ മൊത്തം 3 പരീക്ഷയിലും കൂടി 180 മാർക്ക് കിട്ടണം. അതിലിപ്പോ എത്ര കിട്ടി? 2 പരീക്ഷയിൽ, ഒന്നിൽ 62 കിട്ടി, രണ്ടാമത്തേൽ 48 കിട്ടി. അപ്പൊ 62, 48 കൂടി 110. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉത്തരം 70 എന്നുള്ളതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അടുത്തത് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട, ദിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ദിശയിലൂടെ തന്നെ പോയാൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? നമുക്ക് ആദ്യം ഒരു ചിത്രം വരയ്ക്കാം. എന്താണ്? ഇത് N ആണ്, ഇത് S ആണ്, ഇത് E ആണ്, ഇത് W ആണ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എങ്ങനെയൊക്കെയാ പോകുന്നത്? പിന്നെ രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. രാഹുൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ടോ അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ. അപ്പൊ ഇങ്ങനെ 3 കിലോമീറ്റർ. പിന്നെ അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ. ഇവിടുന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ദീർഘചതുരമായിട്ട് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട്
4 കിലോമീറ്റർ ആയിരിക്കും. കാരണം ഇത് 4 കിലോമീറ്റർ ആണ്, ഇതും 4 കിലോമീറ്റർ. അപ്പോ രാഹുൽ ഇവിടുന്ന് ഇതുവരെ എത്ര സഞ്ചരിച്ചു എന്നാണ്. അത് 5 കിലോമീറ്റർ പ്ലസ് 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ എന്ന് ഉത്തരം. അടുത്ത ദശാംശ സംഖ്യയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ്? 0.36 ഇൻറ്റു 6.25 ബൈ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.06. നമുക്കറിയാം ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഗുണിച്ച് ഹരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരും 36 ഇൻറ്റു 625 ബൈ 5 ഇൻറ്റു 5 25 ഒറ്റയടിക്ക് എഴുതാം ഇൻറ്റു 6. 625 25 വെട്ടിപ്പോയ ഇവിടെ 25 എന്ന് കിട്ടും. ഈ 6 ഇവിടെ 36 വെട്ടിയാൽ ഇവിടെ 6 കിട്ടും. 6 ഇൻറ്റു 25 150. ഇനിയുള്ള പ്രശ്നം എന്താ? ദശാംശ സ്ഥാനങ്ങൾ നോക്കണം. അപ്പൊ മുകളിൽ 2 2 2 4, താഴെ 1 2 2 2 4. അപ്പൊ മുകളിലും താഴെയും ഈക്വൽ ആയതുകൊണ്ട്, തുല്യമായതുകൊണ്ട് ഒരു ദശാംശ സ്ഥാനവും നീക്കേണ്ടതില്ല. അപ്പൊ ഉത്തരം 150 എന്ന് കിട്ടും. അടുത്തത് ഒരു ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരിതാണ്. ചെറിയൊരു കുരുക്ക് നിങ്ങൾക്ക് ഇട്ടുതരാണ്. ആ കുരുക്കിന്റെ ഒരറ്റം നൂല് കെട്ടി കുടുങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന പോലെ നൈസായിട്ട് നൂല് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്താ? ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും വേണുവും. രാഖിയുടെ അമ്മ പറഞ്ഞാൽ ആനന്ദിന്റെ അച്ഛന്റെ അമ്മ. അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? ആനന്ദിന്റെ അച്ഛൻ ആണ്. ആ അച്ഛന്റെ ഭാര്യയാണ് അമ്മ. അച്ഛന്റെ ഭാര്യയാണ് നിഷ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആനന്ദിന്റെ അമ്മയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം, നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിഷയുടെ മകനാണ് ആനന്ദ്. അപ്പൊ ഉത്തരം മകൻ എന്ന് കിട്ടുന്നു. അടുത്തത് ഒരു കോഡ് ഭാഷയാണ്. കോഡ് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അവിടെ 3 ലെറ്റേഴ്സ് അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എ ആണെങ്കിൽ അതിന് പകരം ഇ ആണ്. ബി സി ഡി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. അതേ ഓർഡറിൽ തന്നെ ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കണ്ടെത്തേണ്ടത് ഓറഞ്ച് ആണ്. ഓറഞ്ച് ആകുമ്പോൾ ഓക്ക് പകരം പി ക്യു ആർ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? എസ് വരുള്ളൂ. അങ്ങനെ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 എണ്ണേ ഉള്ളൂ. ഇനി അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മറ്റ് 2 എണ്ണം എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ആർ കഴിഞ്ഞാൽ എസ്, ടി, യു കഴിഞ്ഞാൽ ബി. അത് 2ലും ബി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ എ ആണ്. എക്ക് പകരം ഇ ആണ് വേണ്ടത്. അതിലും 2 എണ്ണം ഇ വന്നിട്ടുണ്ട്. പിന്നെ എൻ ആണ്. എന്നിന് പകരം എന്താണ് വരുന്നത്? ആറാണ് വരേണ്ടത്. ആർ എന്നാണ് വരേണ്ടത്. ഒന്നിൽ ക്യൂ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് എ എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കാം. അത് ഓട്ടോമാറ്റിക് ബാക്കിയുള്ളത് ശരിയായിക്കോളും. പിന്നെ ജി ക്യൂ, പിന്നെ എന്താണ് ഓറഞ്ച് എന്നുള്ളത് അങ്ങനെ തന്നെ വരുള്ളൂ. ജിക്ക് വരെ കെ വന്നു, പിന്നെ ഇക്ക് വരെ ഐയും വരുന്നു. അപ്പോൾ അതിന്റെ ഉത്തരം എ ഓപ്ഷനാണ്. SEERKI എന്നുള്ളതാണ്. അടുത്തത് 60 കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. അപ്പൊ ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്ന് പോകാൻ എത്ര സമയം എടുക്കും? വഴിയരികിൽ ഒരു വ്യക്തിയെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ട്രെയിനിന്റെ നീളം തന്നെയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറിനെ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. നമുക്ക് വേണമെങ്കിൽ വെട്ടിച്ചേർ 6 കൊണ്ട് ഇവിടെ വെട്ടിച്ചേർത്താക്കിയാൽ 3 വരും. ഇവിടെ 10 വരും. അപ്പൊ 50/3 അത്രയും മീറ്റർ പെർ സെക്കൻഡ്. 50/3 മീറ്റർ പെർ സെക്കൻഡ്. അതങ്ങനെ തന്നെ കടന്നോട്ടെ, അതിൽ ചെറുതാക്കൊന്നും വേണ്ട, അതങ്ങനെ കടന്നോട്ടെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി എന്ത് വേണം? ആകെ സഞ്ചരിച്ച ദൂരം 200 മീറ്റർ. ആ 200 മീറ്ററിനെ സ്പീഡ് കൊണ്ട് ഹരിക്കാം 50/3. അപ്പൊ 200 ഹരിക്കണം 50/3 നമുക്ക് എന്ത് എഴുതാം? 200 ഇൻറ്റു 3/50. 50ഉം 200ഉം ഇവിടെ വെട്ടിപ്പോയ 4 3 12 സെക്കൻഡാണ് എടുക്കുന്ന സമയം. അതാണ് അതിന്റെ കണക്ക്. അടുത്തത് ഒരു ഗോളത്തെ ഉരുക്കി
ഏത് ലോഹഗോളത്തെ ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആരം എത്രയാണ്? നിങ്ങൾ നേരിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എന്താണ് വലിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 4/3 പൈ ഇൻറ്റു ആർ എന്നതിന് പകരമാണ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ക്യൂബ്. അതാണ് വലിയ ഗോളത്തിന്റെ വ്യാപ്തം. അത് അങ്ങനെ തന്നെ പറഞ്ഞോളൂ, ഒന്നും ചെയ്യരുത്. അടുത്തത് ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം എന്താ? ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ നമുക്കറിയാത്തതുകൊണ്ട് ആർ ക്യൂബ് എന്ന് തന്നെ എഴുതും. 4/3 1/3 സോറി 1/3 അല്ല 4/3. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? അങ്ങനത്തെ 27 എണ്ണം. അങ്ങനെ 27 ഉണ്ടെങ്കിൽ ഇതിന്റെ വ്യാപ്തവും ആ വലിയ ഗോളത്തിന്റെ വ്യാപ്തവും തുല്യമാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതിൽ എന്ത് വേണം? ഇതിൽ ഒരേപോലെ വരുന്നതൊക്കെ വെട്ടാം. 4/3 ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നു. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? നമുക്ക് 15 ക്യൂബ് സമം 27 ആർ ക്യൂബ് എന്ന് വരും. അപ്പൊ ആർ ക്യൂബ് എന്ത് വരും? 15 ക്യൂബ് ബൈ 27. ഈ 27 എന്നുള്ളത് 3 ക്യൂബ് ആണ് എന്നുള്ളൊരു ഓർമ്മ വന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ്. എങ്ങനെ കിട്ടും? ഇത് 15 ക്യൂബ് ബൈ 3 ക്യൂബ് എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ ക്യൂബ് സമം 15/3. ഇങ്ങനെ വരാം, 15/3 ഹോൾ ക്യൂബ്. നമുക്ക് ആർ ക്യൂബ് ഇവിടെ എഴുതാം. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആർ ക്യൂബ് സമം 15/3 ഹോൾ ക്യൂബ്. ഇവിടെയും ക്യൂബ് ഉണ്ട്, ഇവിടെയും ക്യൂബ് ഉണ്ടെങ്കിൽ ആ ക്യൂബുകളെ ഒഴിവാക്കാം. ബാക്കി എന്താ വരുന്നത്? ആർ സമം 15/3. 15/3 എന്ന് പറഞ്ഞാൽ 5. 5ആണ് അതിന്റെ ഉത്തരം. യൂണിറ്റ് കൊടുക്കാത്തതുകൊണ്ട് 5 എന്ന് തന്നെ എഴുതിയാൽ മതി. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയും ഇത്തരം ചോദ്യ പേപ്പറുകൾ ക്ലിയർ ആക്കി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അതിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.